പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഉദ്യമങ്ങളെ ശുഭമാക്കേണ്ടത് ആരാണ്? നമ്മളല്ല. ആരാണ് ശുഭമാക്കുക? അതാണ് നമ്മൾ വായിച്ചത് ഉൽപ്പത്തി 39:23. ജോസഫ് ചെയ്ത എല്ലാത്തിനെയും അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവമാണ് ലൈറ്റ് എ ക്യാൻഡിൽ. ലൈറ്റ് എ ക്യാൻഡിൽ പേർക്കസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? അവിടെ നിന്നൊരു കമ്പ്യൂട്ടർ മെക്കാനിസമാണ് നടക്കുന്നത്. പക്ഷേ അത് ദൈവം ഓൺ ചെയ്യും. അതാണ് അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ഓൺ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ദൈവത്തെ നമ്മൾ ആദ്യം ഓൺ ചെയ്യണം. പിടികിട്ടിയ? സിമ്പിളാണ് സംഭവം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്നലെ ഞാനൊരു കന്യാസ്ത്രീ മഠത്തിൽ പോയി. അപ്പോൾ എൻ്റെ ചേച്ചി അവിടെ അസുഖമായിട്ട് കിടപ്പുണ്ട്. വേറെ ചേച്ചിയുടെ കൂടെ കുറേ കന്യാസിമാരുണ്ട്. ഞാൻ അവർക്ക് വലിയ തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ ആ പറമ്പ് മുഴുവൻ തണ്ണിമത്തൻ കിടക്കണം. ആ പടി തമ്മിപ്പോയി. എന്നാൽ പിന്നെ വണ്ടിയെടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞ് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ തണ്ണിമത്തനം കൊണ്ടാണ് വന്നത്, പക്ഷേ ഈ പറമ്പ് മുഴുവൻ തണ്ണിമത്തനാണ്. ഞാൻ ആ പടി ചമ്മി അടപ്പ് തെറിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല അച്ഛാ, കുഴപ്പമില്ല, അതൊന്നും എടുക്കാനായിട്ടില്ല, പാകമായിട്ടില്ല. ഞാൻ സമാധാനമായി. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, രണ്ട് കാര്യം ചേച്ചി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പഴയ പാട്ട് തന്നെയാണ് ഇപ്പോഴും പാടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഒന്ന് മാറ്റി പിടിച്ചേക്കണേ, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടാമത് ചോദിച്ചത് ഇതുപോലൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതായത് ശുഭമാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളോട് ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശുഭമാക്കുക എന്നുള്ളത് ദൈവം ചെയ്തു തരേണ്ടതാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടിയുടെ കാര്യം നമ്മൾ ശുഭമാക്കണം. നമ്മളെ പകുതി ഈ വവ്വാല് തേങ്ങ കടിച്ച പോലെ വരരുത്. പല ഉടമ്പടിയുടെ അവസ്ഥ അതാണ്. നമ്മൾ തല്ലിമരത്തിന് താഴെ ചെന്ന് കഴിഞ്ഞാലേ പല തല്ലിത്തേങ്ങ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇല്ലല്ലേ? ഇവിടെ അല്ലേ, കാനഡയിലാണ് അല്ലേ? അത് തല്ലിമരത്തിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ബദാമാണത്. അത് ചെന്ന് ഇപ്പം കടിക്കുമ്പോൾ തന്നെ അത് താഴെ വീഴും. പിന്നെ പറഞ്ഞ് താഴെ വരത്തില്ല, അതിനേരെ പോയി. അതുപോലെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത്. ചപ്പും, വവ്വാല് ചപ്പണ പോലെ ചപ്പും, പിന്നെ പകുതി ഇട്ടച്ച് പോവും. ഇങ്ങനെ വന്ന് നമ്മൾ ശുഭമാക്കത്തില്ല ഉടമ്പടി. അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയോട് ചെയ്ത വാഗ്ദാനങ്ങളെ ശുഭമാക്കുകയും അങ്ങയുടെ പ്രമാണങ്ങളെ അതുപോലെ സ്നേഹത്തോടെ അനുസരിക്കുകയും ചെയ്യാൻ എന്നെ സഹായിക്കണമേ. അപ്പോഴാണ് ഈ ശുഭമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ ഇപ്പോൾ ഈ രമ്യ രവീന്ദ്രൻ പെട്ടെന്ന് അവിടെ നിന്നുണ്ട്. എന്താണ്? അച്ഛൻ 10 മണി കഴിഞ്ഞിട്ട്, അച്ഛനെ രാത്രി 10 മണി കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനില്ല. ഇടവക അച്ഛനെ കാണാനില്ല. ഭാര്യയും ഭർത്താവും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ രമ്യ രവീന്ദ്രൻ അവിടെ ഇരുന്നും പറഞ്ഞു, അവൾ ഉടനെ ലൈറ്റ് ആക്കാൻ്റെ പെരക്വസ്റ്റ് ഇട്ട്, അത് എപ്പോൾ വേണമെങ്കിൽ ഇടാമല്ലോ. നമുക്ക് ലൈറ്റ്നിങ് അറേഞ്ച്മെൻറ്റാണ്. നമുക്കൊരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോടുള്ള പെട്ടെന്നുള്ള അറേഞ്ച്മെൻറ്റാണ് ലൈറ്റ് ആക്കാൻ്റെ പെരക്വസ്റ്റ്. അതിട്ട് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ അതിവിടെ ആൾ ഉറങ്ങിയാലും എടുത്തില്ലേലും ആരെടുക്കും? എടുക്കേണ്ട ആളെടുക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ഏറ്റക്കാൻ പ്രകൃതിയുടെ കൃപാസനത്തിലോട്ടല്ല, പിന്നെ എന്താണ്? കൃപാസന ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ്. കൈയടിക്കട്ടെ. അപ്പൊ രമ്യ രവീന്ദ്രന് ഭർത്താവും കൂടി വിഷമിച്ച് അവർ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്. കയറാനും പറ്റാത്ത കണ്ടീഷനാണ്. ഒരോടുമില്ല പരോടുമില്ല നിൽക്കുകയാണ്. അപ്പോൾ ആ രമ്യ ലൈറ്റേക്കാൻ്റെ പേര് കസിട്ടിട്ട് പറഞ്ഞ് വീടില്ല അമ്മയെന്ന് പറയും. അത്രേ ഉള്ളൂ. വീടില്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഫോൺ ഓഫ് ചെയ്യണമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഉടനെ രമ്യ പറയും, ഇത് ഏത് ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കണം, വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യമാണ്. മെസ്സേജല്ല, പരസ്യം. ആ പരസ്യം കണ്ടാണ് വീട് കൊടുക്കാനുണ്ടെന്ന് പരസ്യം. ആ സെക്കൻഡാണ് ഫോൺ ഓഫ് ചെയ്യണമെങ്കിൽ തന്നെ പരസ്യം വന്ന് വീട് കൊടുക്കാനുണ്ടെന്ന്. രമ്യ അത് ഗവനിച്ചില്ല. എന്താ കാര്യം? ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്.
ഇപ്പം ഞായറാഴ്ച എന്ന് വെച്ചാൽ അവരുടെ ഓഫീസുകൾ ശനിയും ഞായറും ഓഫാണ്. അപ്പോൾ ഒരു ഓഫീസിൽ ഒരു പൂച്ചക്കളി ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ ഇപ്പം അപ്പോൾ ഭർത്താവ് വിളിക്കടി എന്ന് പറഞ്ഞ് അപ്പോൾ ഭർത്താവിന് അറിയത്തില്ല, ഇംഗ്ലണ്ടിലെ കാര്യം അറിയത്തില്ലല്ലോ. പുള്ളി ഈ ജസ്റ്റ് ഇടയ്ക്ക് ചെന്നതല്ലേ ഉള്ളു. ആരും എടുക്കത്തില്ല. എടുക്കാത്തതിൻ്റെ കാരണം ഈ ശനി ഞായർ ഓഫാണ്. ഒരു സെർവൻസും ഉണ്ടാകത്തില്ല അവിടെ. അവിടുത്തെ ജോലിക്കാരും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴുടനെ ഈ രവീന്ദ്രൻ രവീന്ദ്രൻ പക്ഷെ വിശ്വാസിയല്ലായിരുന്നു. രമ്യ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അത് കേട്ടാണ് രവീന്ദ്രൻ വിശ്വാസിയായത്. രവീന്ദ്രൻ പറഞ്ഞു, എടി നീ ഇപ്പോൾ ലൈറ്റേക്കാൻ്റെ പേരക്കസ് ഇട്ടപ്പോഴല്ലേ വീടിൻ്റെ പരസ്യം വന്നത്, അതപ്പോൾ അത് മാതാവല്ല പിന്നെ ആരാണെന്ന് ചോദിച്ചു. അതാണ് രസം. ഉടനെ അത് രവീന്ദ്രനെ പെട്ടെന്ന് ഓടിത്തിരിഞ്ഞേ. കാര്യം മറ്റവർക്ക് നിയമങ്ങളാണല്ലോ ഇരിക്കുന്നത്, അവർക്ക് അവിടുത്തെ നിയമം എന്താണെന്ന് അറിയാം. രവീന്ദ്രനെ ഈ നിയമത്തിൻ്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന, മെരിട്ടല്ലാതെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് നീ എടുക്കുമെന്ന് പറഞ്ഞ് എടുത്തിട്ട് തിരിച്ച് ഈ നമ്പറിലേക്ക് അവർ തിരിച്ച് രാത്രി വിളിക്കുമ്പോഴുണ്ട് ഒരു ലേഡിയാണ് വളരെ മധുരമായ സമയത്ത് ഇവരോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വീടല്ലേ, നിങ്ങളുടെ പേര് പറഞ്ഞ് രമ്യ രവീന്ദ്രൻ തങ്കമണി. ഉടനെ അവരും പറയും രമ്യ രവീന്ദ്രൻ തങ്കമണി. അത് അവരും പറയാം. അതുപോലെ തന്നെ വളരെ സൗമ്യതയോടെ, ഇങ്ങനെ സൗമ്യതയോടെ ആരും സംസാരിക്കണ കേട്ടിട്ടില്ല. ശരി, നിങ്ങൾക്ക് നാളെ 10 മണിക്ക് ഇവിടുന്ന് വിളി ഉണ്ടാവുമെന്ന് പറഞ്ഞു. 10 മണിക്ക് ഇവിടുന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ താങ്ക് യു പറഞ്ഞ് അവസാനിച്ച് അവർ പോകുന്നു, ഹോസ്റ്റലിലോട്ട് പോകുന്നു. 10 മണി വരെ കാത്തിരുന്നിട്ട് ആരും വിളിക്കണില്ല. അപ്പോഴേ ഇവർ തിരിച്ച് അങ്ങോട്ട് വിളിച്ചിട്ട് ഇന്നലെ രാത്രി ഞാൻ 10 മണിക്ക് വിളിച്ചായിരുന്നു, അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീടിൻ്റെ ഒരു ആവശ്യമാണ്, 10 മണിക്ക് വിളിക്കാൻ പറഞ്ഞു, ഇപ്പോൾ മണി 11 നിങ്ങളാരും എന്നെ വിളിച്ചില്ല. അപ്പോൾ അവർ പറയണേ ഞങ്ങളുടെ ഓഫീസിൽ ലേഡി സ്റ്റാഫ് ഇല്ലെന്ന്. അതാണ് മനസ്സിലായില്ല ആളാരാണെന്ന് മനസ്സിലായില്ലേ? രമ്യ പറയും അത് ആ മാതാവാണ് എടുത്തതെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ലൈറ്റക്കാൻ്റെ പേരക്വസ്റ്റ് ഇട്ടിരിക്കണതാണ് നമ്മളെ. ലൈറ്റക്കാൻ്റെ പേരക്വസ്റ്റ് ഈ ഇംഗ്ലണ്ടിലെ ഞായറാഴ്ച രാത്രി ആ ഓഫീസിൽ സെർവൻ്റ് ഇല്ല. ആ ഓഫീസ് തന്നെ പറയുകയാണ് ഇവിടെ സെർവൻ്റ് ഇല്ല, ഞങ്ങൾക്ക് അത് തന്നെയല്ല ഞങ്ങളുടെ സ്റ്റാഫിൽ ലേഡീസ് ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ മനസ്സിലായി അമ്മയാണ് ഈ ഉടമ്പടി ഇത് എടുത്തിരിക്കണമെന്ന്. അമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. ഞാൻ എപ്പോഴും ഇവിടെ നിൽക്കുകയെ ആൾക്കാരെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്ക് ഈ ആൾക്കാരുടെ സാക്ഷ്യം പറയുമ്പോൾ മുഴുവനും പ്രസൻസിൻ്റെ സാക്ഷിയാണ് വരണത്. പ്രസൻസ് ഭയങ്കരമാണ്. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, മാതാവ് നേരിട്ട് ചെന്ന് നടത്തിയ കാര്യങ്ങൾ എല്ലാം ബൈ പേഴ്സൺ ഇൻവോൾവാണ് എല്ലാത്തിലും. അത് നമ്മൾ ഒരു പ്രാർത്ഥനാരൂപത്തിലും കാണാത്ത ഒരു പ്രതിഭാസമാണ്. എല്ലാ വിഷയത്തിലും അമ്മ ബൈ പേഴ്സൺ. നിങ്ങൾ വൃത്തിയും മെനയുള്ളവരാണ്, സത്യസന്ധമായിട്ടാണ് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ പ്രസൻസായിട്ട് കൂടെ ഉണ്ടാവും. അത് ഏത് ഗോകർണത്താണെന്ന് പറഞ്ഞാലും അമേരിക്കയിലാണെന്ന് പറഞ്ഞാലും അമ്മ ഉണ്ടാവൂടാ. എന്നിട്ട് അത് നമുക്ക് വേണ്ടി ചെയ്ത് മാറ്റണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ തന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവർ പേര് രജിസ്റ്റർ ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ വ്യൂ അതായത് അവിടെ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഏജൻസിനെ നമ്മൾ ആ ഓഫീസിലേക്ക് അറിയിക്കണ കഴിയുമ്പോൾ അവർ നമ്മുടെ വ്യൂ നമ്പർ തരും. എന്ന് വെച്ചാൽ 46-ാം നമ്പറാണ് നിങ്ങളുടെതെന്ന് പറയും. 46-ാം നമ്പറാണ് നിങ്ങളുടേത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറയുന്ന വീട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് വാങ്ങിക്കാൻ വേണ്ടി 46 പേര് ക്യൂവിലുണ്ട്. അവർ വന്ന് 45 പേരും വന്ന് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലാൻഡ് ലോഡിന് ഈ വീടിൻ്റെ ഉടമസ്ഥനും കൂടി ഇഷ്ടപ്പെടണം. നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ഉടമസ്ഥന് കൂടി ഇഷ്ടപ്പെടണം നിങ്ങൾ. അങ്ങനെ ഇട്ടാൽ ആ നമ്പർ 46ആണ്. അപ്പം കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അതൊരു ലീഗൽ പ്രൊസീജിയറാണെന്ന് അവർ പറയും. ലീഗൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ രമ്യയ്ക്ക് കാര്യം മനസ്സിലാവും. എന്താണ് ലീഗൽ പ്രൊസീജിയർ വരുമ്പോൾ ഭർത്താവ് പണി മേടിക്കും. കാര്യം എന്താണ്, അയാൾക്ക് ജോലിയില്ല, ശമ്പളമില്ല, സാധനം തള്ളിപ്പോയ പോലെയായി. അപ്പോൾ ഉടനെ രമ്യ നോക്കുമ്പോൾ മാതാവ് ഈ ലാൻഡ് ലോഡിന് നമ്പർ കാണിച്ചു കൊടുക്കും ഈ കമ്പനിയുടെ താഴെ.
അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ്. അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എന്നുവെച്ചാൽ ശുഭമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു പ്രോജക്റ്റിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ മെരിറ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. ലാൻഡ് ലോഡിൻ്റെ നമ്പർ ഒരിക്കലും ഏജൻസി മറച്ചു വെക്കും. നമുക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ സ്ഥലക്കാരോട് നമ്മൾ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഏജൻസി പറയും അത് മനസ്സിരിക്കട്ടെന്ന് പറയും. എന്താ കാര്യം? അവർ സ്ഥലം കാണിച്ചു കൊടുത്ത് ആൾക്കാരെ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ നേരിട്ടായി ഇവർ കമ്മീഷൻ പോകും ഇല്ലേ? അത് കാരണമാണ് അങ്ങനെ പ്രശ്നം. അതുകൊണ്ട് ലാൻഡ് ലോഡിൻ്റെ നമ്പർ ഒരിക്കലും ഇത് ഏജൻസി വെക്കത്തില്ല. പക്ഷേ ഇപ്പോൾ എന്താണ്, രമ്യ നോക്കുമ്പോൾ താഴെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് നമ്പർ കിടക്കണത്. അതിനാണ് ശുഭമാക്കുക എന്ന് പറയണത്. ദൈവം ഒരു ഇടപെട്ട് ന്യായമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾക്ക് ദൈവം അഡീഷണൽ ഗ്രേസ് തരും. അഡീഷണൽ ഗ്രേസിനാണ്. അത് നമുക്ക് നോട്ട് ബൈ മെറിറ്റാണ്, പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്യണത് ബഡ് ബൈ ഗ്രേസിലാണ്. ഈ ബഡ് ബൈ ഗ്രേസിൽ അതിൻ്റെ പ്രൊവിഷനുണ്ട്. എന്താണ്? ലാൻഡ് ലോഡ് നമ്പർ ഇവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ദൈവം നേരിട്ട് അത് റെൻറ്റിൽ ഇടപെടുമ്പോഴാണ് ഇങ്ങനെയുള്ള മിറക്കിൾ സംഭവിക്കുന്നത്. അപ്പോൾ ഉടനെ ലാൻഡ് ലോഡിനെ നേരിട്ട് വിളിക്കും, അതായത് വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിക്കും. ഇപ്പം ഞാൻ ലാൻഡ് ലോഡിനൊക്കെ പറഞ്ഞപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, ചേച്ചീനെ കാണാൻ പോയെന്ന് പറഞ്ഞു, ചേച്ചിയെ കാണാൻ പോയെന്ന് പറഞ്ഞാൽ അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു, അച്ഛൻ്റെ വാക്കിൽ കുറേ ഇംഗ്ലീഷൊക്കെ വരുന്നുണ്ട്, അത് ശരിയാകണില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അറിയാതെ തന്നെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മറന്നുപോയി എന്താ പറയണത്. ഞാൻ ലാൻഡ് ലോഡെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലാൻഡ് ലോഡെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ഉടനെ അതിൻ്റെ മലയാളം പറയും. അപ്പോൾ അതൊന്ന് പറഞ്ഞു, ഇവിടെ ഒരു പ്രായമുള്ളവരല്ലേ ശ്രദ്ധിക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അതാണ് അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത് വീണ്ടും ഇപ്പോൾ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. എന്താണ്? ലാൻഡ് ലോഡ് പോരെ. ആർക്കും മനസ്സിലാകാനാണ്? എല്ലാവർക്കും മനസ്സിലാകത്തില്ല, ക്ഷമിക്കണം. അപ്പോൾ അതിൻ്റെ വീട്ടുടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിച്ചപ്പോൾ രമ്യയ്ക്ക് ഒരു ബുദ്ധി തോന്നി. പറഞ്ഞു, സാറേ ഞാനും ഭർത്താവുമുണ്ട്, ഭർത്താവിന് ജോലിയില്ല, ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇപ്പം ഇറങ്ങണം, ഞങ്ങൾ പെരുവഴിയിലാണ്, ആര് തരുന്നതിനേക്കാൾ 50 പൗണ്ട് ഞാൻ തരാം. 50 പൗണ്ട് വരെ ലീഗലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം ഞങ്ങൾക്ക് പക്ഷേ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പെരുവഴിയിലാകും. ഇവൾ ഉള്ളതുപോലെ തുറന്ന് പറഞ്ഞു. എന്താണ്? മാതാവ് കൂടെ നിൽക്കുന്നു എന്നുള്ള ഉറപ്പാണ്. ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു. ഉടനെ ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞേ അത് കുഴപ്പമില്ല, നിങ്ങൾ ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനിയിപ്പം ഞാൻ വേറെ ആരെയും കാണിക്കണില്ല വീട്, നിങ്ങൾക്ക് തന്നെ വീട് തന്നേക്കാമെന്ന് പറഞ്ഞു.